ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ തന്നെ നമ്മൾ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ആരംഭിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വൈറലാകുമെന്ന്. അന്നെടുത്ത ആ ഒരു കളരിയിൽ വെച്ച് കല്യാണം നടത്താം എന്നുള്ള തീരുമാനം വളരെ ശരിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ തന്നെ ഭാഗമാകും എന്ന് നമ്മൾ ഈ ഗുരുക്കളിനോട് ഒരു ഡിസിഷൻ പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലായ ഓരോരുത്തർ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ചരിത്രം തന്നെ ആയി, അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. രണ്ടുപേരും കല്യാണം വൈറലായിരിക്കുകയാണ്. കാരണം ഞാൻ തന്നെ ലോകത്ത് ഇതുപോലെ ഒരു കല്യാണം കണ്ടിട്ടില്ല. ഈ ഒരു കല്യാണം കഥ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്? ശരിക്കും ആദ്യം നമ്മൾ കല്യാണത്തിലേക്ക് പ്ലാൻ വന്നപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ തന്നെ നമ്മൾ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ആരംഭിക്കുന്നത്, നമ്മളെ ജേർണി എല്ലാം. അപ്പം ഇവിടെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കിക്കൂടെ എന്നൊരു തോട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ വന്നു. അപ്പോൾ അത് സമ്മതം നമുക്ക് ഗുരുക്കളുടെ അടുത്ത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഗുരുക്കളിനോട് ചോദിച്ചപ്പോൾ ഗുരുക്കൾ അതിനെന്താ ഒരു കുഴപ്പമില്ല, നമുക്കത് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഇത് ശരിക്കും ഒരു ന്യൂ ഇതായിട്ട് ഒരു ചരിത്രത്തിന്റെ തന്നെ ഭാഗമാകാൻ തന്നെ കഴിഞ്ഞത്. അത് അങ്ങനെ ആയിരുന്നു, ആ ഒരു ജേർണിയിലൂടെയാണ് അങ്ങനെ വന്നത്. രണ്ടുപേരും ഇവിടുത്തെ ഗുരുക്കന്മാരാണ്. പിന്നെ പ്രേക്ഷകർക്ക് സംശയം കാണും, ഒരു ലവ് മാരേജ് ആണോ? ഉറപ്പായും അല്ല. നമ്മൾ രണ്ടുപേരും ശരിക്കും ആശാന്മാരെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശില്പ ഇവിടെ കുഞ്ഞിലെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ശില്പ ഒരു ബ്രേക്ക് എടുത്ത് പോയ ടൈമിലാണ് ഞാൻ വരുന്നത്. നമ്മൾ പിന്നീടാണ് ഞാൻ ആശാനായ ശേഷമാണ് ശില്പ പിന്നെ അഗൈൻ റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും ഇവിടെ അഗസ്ത്യത്തിന്റെ പ്രത്യേകത ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ട് എൻ്റെ അമ്മയും ശില്പയുടെ അമ്മയും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും നമ്മളെ രണ്ടുപേരെയും കുഞ്ഞിലെ അറിയാം. അപ്പോൾ അവർക്ക് തമ്മിൽ ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മളെ കല്യാണത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കൊരു ടൈം വേണം. കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നുള്ള തോട്ട് വന്നാൽ നമുക്ക് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് ഇപ്പോൾ വളയിടൽ ചടങ്ങ് തന്നെ കഴിഞ്ഞിട്ട് 2 വർഷമായി. അങ്ങനെ പോകുന്ന സമയത്താണ് പിന്നെ അത് നമ്മൾ ഓക്കെ, അവര് അഭിപ്രായം പറഞ്ഞു, ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു തോട്ടിലിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് എവിടെ നമുക്ക് ചെയ്യാം. ഒരു മിതമായ കല്യാണമാണ്, കുറച്ച് പേര് നമ്മളെ ഫാമിലിയിൽ. ശരിക്കും കല്യാണത്തിനായാലും നമ്മളെ രണ്ടുപേരെയും 100 പേര് അടങ്ങുന്ന 2 ഫാമിലി 100 പേര് അടങ്ങുന്ന ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആഗ്രഹിച്ചപ്പോഴാണ് ഇവിടേക്ക് നമ്മൾ വന്നെത്തിയത്. ഇങ്ങനെ കല്യാണം വീട്ടിൽ ആലോചിച്ചപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്?
ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്കൊരു ആലോചന വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്കറിയാം, പക്ഷെ എന്നാലും കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ഒരു സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ തന്നു. ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നു. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി എന്നിട്ട് തന്നെയാണ് ഡിസിഷൻ എടുത്തത്. പരസ്പരം ഇങ്ങനെ ഈ കളിത്തട്ടിൽ അഭ്യാസം കാണിക്കുമ്പോൾ ആ സമയത്ത് എന്തായിരുന്നു ഒരു ഭാര്യ ഭർത്താവ്? അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മള് കളരിയിൽ കയറുമ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലാണ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊന്നും മൈൻഡിൽ വരില്ല. ഇങ്ങനെ ഒരു കല്യാണം ഇപ്പോൾ വൈറലായപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വൈറലാകുമെന്ന്. അന്നെടുത്ത ആ ഒരു കളരിയിൽ വെച്ച് കല്യാണം നടത്താം എന്നുള്ള തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. ഗുരുക്കളുടെ സൈഡിൽ ഞങ്ങൾ സപ്പോർട്ട് ഒരുപാട് കാരണം ഗുരുക്കളുടെ ആ ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഇത്രയും മനോഹരം തന്നെ ആകിയത്. ഗുരുക്കളെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും അവതരിപ്പിച്ചപ്പോൾ ഗുരുക്കൾ പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അങ്ങനെ ഇത് ശരിക്കും ഒരു സിസ്റ്റം തന്നെയായിരുന്നു, ഒരു പുതിയ ആചാരം തന്നെയായിരുന്നു. കാരണം കളരി തീമിലാണ് നമ്മൾ കല്യാണം ചെയ്തത്. അപ്പൊ അതിനെ പുതിയൊരു ആചാരമാക്കി ഗുരുക്കളുടെ വിഷനിൽ പുതിയ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതെ അതെ, എല്ലാം ഗുരുക്കളുടെ വൈഫാണ് അത് ഡിസൈൻ ചെയ്തത്. നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തതും ഗുരുക്കളുടെ വൈഫായിരുന്നു. അപ്പൊ ടോട്ടലി ഗുരുക്കളുടെ ഇൻവോൾവ്മെന്റ് ആയിരുന്നു ഇതിൽ ഫുള്ളും. ഇന്ന് ഇവിടെ ഇത്രയും അലങ്കരിച്ചതും ഗുരുക്കൾ മാത്രമല്ല, അഗസ്ത്യത്തിലെ ടീം മൊത്തം. കാരണം ഇത് വേറെ ഈവന്റ് മാനേജ്മെന്റിനൊന്നുമല്ല ചെയ്തത്, ഫുൾ ടീം, എൻ്റെ ടീം അഗസ്ത്യവും ഗുരുക്കളുടെയും ബാക്കിലെ ഫുൾ ഒരു 1 month വർക്കുണ്ട് ഈ ഒരു മാരേജിൽ. ഭയങ്കര ഇതറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കാരണം നമ്മൾ രണ്ടുപേരല്ല, ഒരു 30 പേര് അടങ്ങുന്ന ആശാന്മാരുണ്ട് നമുക്ക് ടീമായിട്ട്. അങ്ങനെ കുട്ടികളായിരുന്നാൽ പോലും ഭയങ്കര എല്ലാവർക്കും എക്സൈറ്റഡ് ആയിരുന്നു. ഈ കല്യാണം കാണാൻ തന്നെ അവർ കുറെ, നമ്മളെ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. അതിവിടെ കളരി തന്നെ ആയപ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയി. ഒരു 1 week ഇതിന്റെ ബാക്കിൽ ഭയങ്കര വർക്കും കാര്യങ്ങളായിരുന്നു. എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. ചരിത്രത്തിൽ ഒരുപാട് ആൾക്കാരുടെ പേര് എഴുതി പോയിട്ടുണ്ട്. ഉറപ്പായും. കാരണം ഇന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഈ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ തന്നെ ഭാഗമാകും എന്ന് നമ്മൾ ഈ ഗുരുക്കളിനോട് ഒരു ഡിസിഷൻ പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലായ, ഓരോരുത്തർ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ചരിത്രം തന്നെ ആയി, അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു. ഒരുപാട് സന്തോഷം അതിന്റെ. അതെ, ടോട്ടലി കളരിയായിരുന്നു. നമ്മൾ ഇപ്പം മാരേജിനെ പറ്റി ചിന്തിച്ച ആ മൊമെന്റ് ഓൺവേർഡ്സ് നമ്മൾ എല്ലാ കളരി തീം തന്നെയാണ് പ്ലാൻ ചെയ്ത് പൊക്കോണ്ടിരുന്നത്. ഈ വീഡിയോ വൈറലാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതോ ഇത് സാധാ കല്യാണമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു? ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഉറപ്പായിട്ടും ചെറിയ രീതിക്ക് വൈറലാകും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നല്ല രീതിക്ക് വൈറലായി. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇനിയും ഇവിടെ തന്നെ തുടരെ ഉറപ്പായും. കാരണം നമ്മൾ രണ്ടുപേരും ഫ്യൂച്ചർ ഇവിടെ തന്നെയാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തത് ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് എത്ര വർഷങ്ങളായാലും, ഈവൻ നമ്മൾ ഓരോ ആനിവേഴ്സറി ആയാലും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു സ്പേസിലാണല്ലോ നമ്മൾ കല്യാണം നടന്നതും. ഇതൊക്കെ ചിന്തിച്ച് തന്നെയാണ് നമ്മൾ ആ ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഇപ്പൊ ചിന്തിക്കുന്നത് നല്ലൊരു ഡിസിഷനായി. അതിന് ആദ്യം ഗുരുക്കളിനോടാണ് നന്ദി പറയുന്നത്, ഇതിന് ആ ഒരു അവസരം ഒരുക്കി തന്നത്. ഗുരുക്കള് നമ്മളെ കളരിയിലെ 5th ജനറേഷനിൽ വരുന്ന ഗുരുക്കളാണ്. കാരണം നമ്മളൊക്കെ അഗസ്ത്യൻ കളരി എന്ന് പറയുന്നത് 128 വർഷമായി ട്രിവാൻഡ്രത്തെ ഏറ്റവും ഓൾഡസ്റ്റ് കളരി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിലെ 5th ജനറേഷനിൽ വരുന്നതാണ് ഗുരുക്കൾ ഡോക്ടർ എസ് മഹേഷ്. അത് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനായി നമ്മൾ വരാൻ പോകുന്ന കാളിയൻ, പൃഥ്വിരാജിന്റെ മൂവി കാളിയൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഗുരുക്കളാണ്.